കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ചിക്കൻ കറി ആയിട്ടാണ്. ഞാനിതുവരെ ഈ ഒരു രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എത്രത്തോളം സക്സസ് ആവും എന്ന് നോക്കാം. ഇന്ന് നമുക്ക് ഓഫീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ അടുക്കളയിലേക്ക് കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം, പരീക്ഷണം ആവാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ സെയിം പാനാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്ന പോലത്തെ അതേ പാൻ തന്നെയാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം ഞാൻ ആദ്യം തന്നെ വലിയ ഉള്ളി, അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് അതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഈ വലുപ്പത്തിലാണ് അരിഞ്ഞത്, തക്കാളി ഈ വലുപ്പത്തിലും. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാം. അപ്പോൾ നമ്മളെ പാൻ വെക്കുന്നു. പാൻ ഒന്ന് ചൂടാവട്ടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ വയ്ക്കാം. ഇതിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാറ്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ്. വെളിച്ചെണ്ണ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ വെളിച്ചെണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മടുപ്പുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പം ഇടുന്നില്ല. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ എണ്ണയിൽ ഇടുന്നത് കുറച്ച് പേടിയാണ്. കടുകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മാറിപ്പോയിക്കാളും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാണ്. തക്കാളി നമുക്ക് അവസാനം വേറെ വേണം. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വെളിച്ചെണ്ണ ഇടുന്ന പേടിയാണ്. കുറച്ച് വെയിറ്റ് ചെയ്തു കറണ്ട് വരുമെന്ന്. ഇപ്പം ഏതായാലും കറണ്ട് വരുന്നില്ല. അപ്പം നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം മൂടി വെക്കാം. ഞാൻ മൂടി എടുക്കട്ടെ. അപ്പം ഇതാണ് മൂടി. അപ്പം നമുക്ക് മൂടി വെക്കാം. അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടേ. നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താലേ പറ്റും. അതിനിടയിൽ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കറണ്ട് വീണ്ടും പോയിട്ടുണ്ട്. ഞാൻ കാര്യമാക്കണ്ട. അപ്പോൾ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ കട്ടയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. പക്ഷേ തണുപ്പ് മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം മാറ്റിയിട്ട് കുറച്ചുകൂടി നേരം അത് ഇട്ട് വെക്കാം. നമുക്ക് ഇങ്ങോട്ട് അതിനിടയിൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. വൃത്തിയാക്കി വെള്ളത്തിലിട്ടു. കാരണം കണ്ണെരിയല്ല ഉള്ളി. അപ്പം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടു. അപ്പോൾ എനിക്ക് കണ്ണെരിയാറില്ല. അപ്പോൾ നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിയണം. അപ്പം ഞാൻ കട്ടിങ് ബോർഡ് എടുക്കട്ടെ. അപ്പം നമുക്ക് ഉള്ളി നൈസായിട്ട് അരിയണം. ഉള്ളി ഞാൻ എത്ര അരിഞ്ഞാലും നൈസാവില്ല. കുറച്ച് കട്ടി എപ്പോഴും ഉണ്ടാവും. എപ്പോഴും അരിയാറില്ലല്ലോ, വല്ലപ്പോഴല്ലേ അരിയാറ്. എപ്പോഴും അരിഞ്ഞ് ശീലമായി കഴിഞ്ഞാൽ റെഡിയാവും എന്ന് വിചാരിക്കുന്നു.
ഇതെല്ലാം നമുക്ക് കുഞ്ഞുകുഞ്ഞാന്നറിയാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന് മറന്നു പോകാൻ പാടില്ല. മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞ ചിക്കൻ കറിയായി പോകും. കരണ്ട് പോയ സമയത്ത് ഞാൻ തക്കാളി ഒന്ന് മറച്ചിട്ടിട്ടുണ്ടായിരുന്നേ. വീണ്ടും നമുക്കൊന്നുകൂടി പിടിച്ചിട്ട് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് സോട്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് മറന്നു പോയി. കിട്ടുന്നില്ല, അതാണ് ഗ്രാമ്പു ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പു ഞാൻ ഇതിൽ തിരഞ്ഞു കാണില്ല. ഏലക്കായും ഗ്രാമ്പും കൂടി ഞാൻ ഇട്ട് വെച്ചത്. കായം പോയി താഴെ പോയി നമുക്ക് എടുക്കണ്ട. 3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പട്ടയാണ് വേണ്ടത്. അത് എവിടെയാണുള്ളത് കണ്ടുപിടിക്കണം. എവിടെയാണെന്ന് ഞാൻ തോന്നുന്നത്. ഞാൻ കണ്ടുപിടിച്ചു. ഇത്ര വേണ്ട, നമുക്കിതിൻ്റെ അത് ഇതായിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇത് ഇതിലേക്ക് കൊടുക്കാം. ബാക്കി അതേ സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അമ്മ ഫുൾ ഫയറിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് നന്നായിട്ട് ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു ജാറിലേക്ക് മാറ്റാം. അപ്പം ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. തക്കാളി, ഇഞ്ചി, അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണുള്ളത്. അപ്പം നമുക്കെന്ത് ചെയ്യാം, അതൊരു ജാറിലേക്ക് മാറ്റാം. അപ്പം ജാർ എവിടെയാണെന്ന് നമ്മൾ അറിയണം. ഇത് അവിടെ തന്നെ ജാറിൽ അമ്മ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഒന്ന് കഴുകിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഇത് ഇട്ടിരുന്ന അരിച്ചെടുക്കാൻ. അപ്പം ഇതൊന്ന് കഴുകിയട്ടെ. അപ്പോൾ നമ്മൾ ജാറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ലൂസായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് മാറ്റാം. ചാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയത് ശ്രദ്ധിച്ചതാണ്. ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം വെള്ളം ഇറങ്ങാതെ ഇത് നമുക്ക് സിമ്മ തന്നെയാണ് ഉള്ളത്. നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. അപ്പൊ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന്റെ മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാല് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തീർന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ എടുക്കണം. മമ്മിയുടെ കസ്റ്റഡിയിലാണ് എണ്ണയൊക്കെ അപ്പം നമുക്ക് ഈ ചിക്കൻ നമുക്കൊന്ന് സോട്ട് ചെയ്യണം. അപ്പം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്ത് മസാലയാണ് ഇത്, ഫിഷ് മസാല, ചിക്കൻ മസാല. അപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മുളകും പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ 1 സ്പൂൺ ഇടുന്നുള്ളൂ, 1.5 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് കാശ്മീരി മുളക്. അപ്പം നമുക്ക്
കളറിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കഴിയുന്നതിന് മുന്നേ നമുക്ക് ഇളക്കി കളയാം. അപ്പോൾ നമുക്ക് കുപ്പിയിലാക്കി പറയാനുള്ള ടൈമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂക്കണം. ഈ ഒരു കണ്ടീഷനാണ്. കാണുന്നുണ്ടോയെന്നറിയില്ല. ആ പച്ചച്ചൊവ മാറിക്കഴിയണം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ എന്തായാലും പൊടികൾ വേഗം കരിഞ്ഞ് പോകും. ലോ ഫ്ലെയിം ഇട്ടിട്ടാണ് റെഡി ആക്കിയിട്ടുണ്ട്. ഒന്ന് റെഡിയാവുന്നുണ്ട്. അധികം നമ്മൾ കരിയിക്കേണ്ട. അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആണ് ചിക്കൻ. അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ആ മസാലയൊക്കെ ചിക്കൻ്റെ മുകളിൽ പിടിക്കണം. നമ്മൾ നോർമലി ആദ്യം തന്നെ മസാല പുരട്ടി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ചിക്കൻ പിന്നെ കറി വെക്കാറാണ്. ഇത് നേരെ തിരിച്ചാണ്. ആദ്യം ഇതാകുമ്പോൾ മസാല ചിക്കൻ നന്നായിട്ട് പിടിച്ചോളും. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കല് നമുക്ക് ഒരു കോംപ്രമൈസ് നോക്കണ്ട. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ചിക്കനിലായതൊന്നും കുറച്ച് പൊടിയുപ്പിടാം. വേണമെങ്കിൽ ആവശ്യം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സിംഗ് ആണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ ആ ഉപ്പ് എല്ലായിടെയും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മൂടി വെക്കാം. മൂടി എടുത്തിട്ട് നന്നായിട്ട് മൂടി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇതൊന്ന് തണുത്തിട്ട് അടിക്കാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഉള്ളി ഒന്നുകൂടി അരിഞ്ഞ് വെക്കാനില്ലേ, നമുക്ക് അതിൻ്റെ ബാക്കി ബാലൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് പൊടികളെല്ലാം എടുത്തെടുത്താൻ വെക്കാം. ഇത് നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. കാശ്മീരി മുളകാണ്. നമുക്ക് ബാക്കി ഉള്ളി അരിഞ്ഞ് വെക്കാം. സിമ്പിൾ ചിക്കൻ റെസിപ്പിയാണ്. പക്ഷേ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ട്രൈ ചെയ്യുമ്പം എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ
നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാറോ. പക്ഷെ വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയും തോന്നാറുണ്ട്, ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് വിചാരം. നമുക്ക് നോക്കാം എന്താവുമെന്ന്. നമുക്ക് ഉള്ളിയെല്ലാം നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉള്ളി പാത്രത്തിലേക്ക് അതിനുശേഷം തക്കാളി ഉണ്ട്. തക്കാളി മുന്നേ അമ്മ കറിക്ക് എടുക്കേണ്ട ബാക്കിയാണ്. അപ്പം നമുക്കത് കുറച്ച് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കാം. തക്കാളി ഇത് മതി, ഇത് വേണ്ട വേണ്ട. ഞാനത് കേട്ടെടുത്ത് എടുത്തു. പച്ചമുളക് ഞാൻ കുറച്ചിടുന്നു, കാരണം നമ്മൾ അരയ്ക്കുന്നതിലും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഒരുപാട് പച്ചമുളക് ഉണ്ട്. അപ്പോൾ അധികം എരിവ് വരണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കത്തിക്ക് മൂർച്ച കുറവുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് മുറിച്ച് കൊടുക്കാം. പച്ചമുളക് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, അധികം എരിവായി പോയാലും കഴിക്കാൻ പറ്റില്ല. കുരുമുളക് എവിടെയുള്ളത്? ഇവിടെ ഉണ്ടോ? നമ്മളിതിൽ കുരുമുളക് ഇടയിട്ടില്ല, അപ്പം നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇടയത് കൊടുക്കാം. നമ്മളിതിൽ അഡീഷണൽ വെള്ളമൊന്നും ഇടുന്നില്ല കേട്ടോ. നമുക്ക് കുരുമുളകും കൂടെ കുറച്ച് ഇട കൊടുക്കാം. ഇത് നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മൂടി വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ച് നമുക്കിനി ഇത് അടിക്കണം. അപ്പോൾ അടിക്കുന്നതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ശേഷം നമുക്കിത് അടിക്കാം. നമുക്കിൻ്റെ അവസ്ഥ അടിയാനുണ്ട്, കുറച്ചുകൂടി അടിയാനുണ്ട്. ചൂട് കുറെ പോയിട്ടില്ലാണ്ടില്ലേ, പുക വറക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമുക്ക് അടുപ്പിൽ തന്നെ വെക്കാം. ഇതൊന്നും നമുക്കിനി ആവശ്യമില്ല. നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം, കാരണം ഇവിടെ എല്ലാം കൂടി കൺജസ്റ്റഡ് ആയി പോകും. ഇത് നമുക്ക് ആവശ്യമുള്ള ഇവിടെ തന്നെ വെക്കാം. കത്തി നമുക്കിനി ആവശ്യമില്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. കുരുമുളകിന്റെ പൊടി അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കത്തിക്കുമ്പോൾ അവിടെ കത്തിച്ചോ? കത്തിക്കോ, പേപ്പറോ തട്ടും. നമുക്ക് ഓഫാക്കി അപ്പൊ നമുക്കൊന്ന് കുക്ക് അതിലൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ചിക്കൻ കറി വെള്ളമെല്ലാം ഇറങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതുമാതിരി നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെയാണോ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പം നമുക്ക് ഈ പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കണ്ടിട്ടുണ്ടാകുമല്ലോ, തക്കാളി, ഉള്ളി, പച്ചമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെയാണ്. പിന്നെ ഗ്രാമ്പും ഉണ്ട്,
പട്ടയുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവില്ല. വെച്ചിട്ട് എനിക്കൊരു പേര് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഒന്ന് കുറച്ച് നേരം മൂടി വെക്കാം. പിന്നെ നമ്മളിതാ നേരത്തെ അരച്ച് വെച്ച പാത്രം എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുലുക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ പാരും. നമുക്ക് കുറച്ച് വെള്ളം എന്തായാലും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി എന്തായാലും നമ്മൾ അരച്ച് വെച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കുലുക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ കിട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെള്ളം എടുത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അപ്പോൾ എല്ലാം നമുക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൂടി തുറന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ കറിയുടെ പണി നമ്മൾ നോർമലി കുക്കറിൽ വെക്കുന്നതിനേക്കാട്ടും കുറച്ചുകൂടി എന്താ പറയുക പണിയുണ്ട്. നമ്മൾ ചിക്കൻ കറിയും വെച്ച് നമുക്കൊരു സ്ഥലത്ത് പോകാനാവില്ല. അതിൻ്റെ വഴി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് സെറ്റ് ആവുള്ളൂ. കുറച്ച് ടൈം എന്തായാലും ഇതിന് വേണ്ടി വരും. പക്ഷെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരിക, ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു കറി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി കറി ഒക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴൊന്നും കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു കുക്ക് ചെയ്യണം, ഒന്ന് ഉണ്ടാക്കണം, കഴിക്കണം തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്നവർക്കൊക്കെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ തുറന്നു നോക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അതിൽ നന്നായിട്ട് തിള വരട്ടെ. അതിന് ശേഷമാണ് നമ്മൾ ഇനിയും ഇതൊക്കെ നമുക്കിനി കഴുകാനുള്ള പാത്രങ്ങളാണ് ഇതും ഇതൊക്കെ. നമുക്ക് ഇത് കഴുകാനുള്ളതിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കളിക്കും അടി പിടിക്കാതിരിക്കാൻ ഞാനിങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അടിയിൽ അഥവാ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നളുകി കൊടുക്കുമ്പോൾ അത് പിടിക്കില്ല. ഇതൊക്കെ എൻ്റെ ഒരു രീതിയിലുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണെന്നല്ലോ. നന്നായി തിള വരുന്നുണ്ട്. ഇനി അടി പിടിച്ചാലും ഒന്ന് അടിക്ക് കൊടുക്കട്ടെ. കാരണം ഇതിൽ നമ്മൾ ഓവർ വെള്ളമല്ല, തിക്ക് ഗ്രേവിയാണല്ലോ. അപ്പോൾ ഈ ഉള്ളിയുടെയോ പച്ചക്കുത്ത് ആദ്യം പോയതായിരിക്കും. പക്ഷേ എങ്കിൽ ഇതിലിട്ടിട്ട് നമുക്ക് ആ കറിയായിട്ടൊന്ന് സെറ്റാവണമല്ലോ. നമുക്കിതിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പുണ്ടാവും. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് ഉപ്പ് വേണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ മൂണ്ടി വരും. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എഴുതി കൊടുക്കാം. കാരണം നമ്മളിനി കുറച്ച് സവാള നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി
കുറച്ച് പച്ചമുളക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് എന്തായാലും ആഡ് ചെയ്യണം. അപ്പം നമുക്ക് പൊടിയുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവ് കുറച്ച് കൂട്ടിയിട്ടുള്ളത്, അപ്പം നമ്മൾ പെട്ടെന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. നമുക്ക് നമ്മളുടെ സവാള, അതുപോലെ പച്ചമുളക്, തക്കാളി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാണിച്ചു തരാം ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. ഒരു കണ്ടീഷനിലാണ് വീഡിയോ എടുക്കാനും കുക്ക് ചെയ്യാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയുടെ ഓരോ പണികളിലാണ്. അപ്പം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സവാള കുറച്ച് വേണമെങ്കിൽ ഞെരണ്ടി കൊടുക്കാം. ഇതാവുമ്പോൾ പെട്ടെന്ന് ഇതാവുമല്ലോ. കാരണം ഞാൻ എന്താ വെച്ചാൽ സവാള കുറച്ച് വലിയ രീതിയിലാണ് ഞാൻ അരിയും. എപ്പോഴും സവാള വലിയ സമയം എടുത്ത് നമുക്ക് നൈസാക്കി അരിക്കും. എന്നാലും ഞാൻ അരിയുമ്പോൾ ക്ഷമയില്ലാത്തത് കൊണ്ടായിരിക്കാം വലുതായിട്ടാണ് കിട്ടാറ്. അപ്പോൾ നമുക്കൊന്ന് ഞെരണ്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മളെല്ലാം ഇതിലേക്ക് ഇടണ്ടാണ്, പിന്നെ ആർപ്പാടാക്കണ്ടല്ലോ. കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാത്രം മാറ്റി വെക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കാം. അപ്പം നിങ്ങൾക്ക് ഇളക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഫോണ് കാണുന്ന കളറും അതുപോലെ ഞാൻ നേരിട്ട് കാണുന്നത് തമ്മിൽ കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. എൻ്റെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടുപ്പിച്ച് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് മൂടി വെക്കാം. നമ്മൾ പാത്രം എടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അതിവിടെ നിൽക്കട്ടെ. വെള്ളം നമുക്കിനി ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് പാത്രവും കഴുകാനുള്ളതിലേക്ക് വെക്കാം. അപ്പം നമുക്കിനി വേണമെങ്കിൽ മസാലയോ കാര്യങ്ങളോ എന്തെങ്കിലും വേണം നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം കുറവാണെങ്കിൽ. ഇതിലെങ്ങനെ നമ്മൾ നമുക്ക് നോക്കാം. നമുക്ക് അപ്പം എന്തായാലും ഇതൊന്ന് റെഡി ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നല്ല നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ക്യാപ്സിക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ക്യാപ്സിക്കം എന്തായാലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടും കൂടെ അവസരം ഇട്ട് കൊടുക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആദ്യം എൻ്റെ കയ്യിലുള്ള കരിവേപ്പില ഞാൻ നമുക്ക് കൊടുക്കാം. കരിവേപ്പില കയ്യിൽ പറ്റിപ്പോകും, പെട്ടെന്ന് നമ്മളെ ക്യാപ്സിക്കം ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയാണ് അരിഞ്ഞത്. ക്യാപ്സിക്കത്തിന് അധികം വേവ് കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു കടിക്കാനുള്ള രീതിയിൽ കിട്ടിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം.
അപ്പം നിങ്ങൾ കാണണ്ടേ എങ്ങനെയാണ് നമ്മൾ ചിക്കൻ കറി വന്നിട്ടുള്ളതെന്ന്. വെരി ഗുഡ്. പിന്നെ ചിക്കൻ കറി നമുക്കൊന്ന് ഇളക്കി മറിക്കാം. നന്നായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കതാണല്ലോ വേണ്ടത്. വൗ, അടിപൊളിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും ചിക്കൻ കറി ഒക്കെ റെഡിയാക്കി എടുക്കും. പിന്നെ കഷ്ടപ്പെടാതെ നമുക്ക് പിന്നെ ഒന്നും വെറുതെ കിട്ടില്ലല്ലോ. നല്ല കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനും പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആരുണ്ടാക്കി തന്നാലും കഴിക്കുമല്ലോ. എനിക്ക് ഈ കാഷ്യൊക്കെ അല്ലേ, അതൊക്കെ അരച്ച് ചേർത്ത ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കാഷ്യൂ അരച്ചാൽ നല്ലതാണ്. പക്ഷെ ഞാൻ കാഷ്യൂ ഇതിൽ അരച്ചിട്ടില്ല. പക്ഷെ അത് അരച്ച ആ ഒരു ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ട്രൈ ചെയ്യാതെ നമ്മൾ പറയണ്ടല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തിയുടെ മറ്റേ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ചിക്കനൊക്കെ ഇട്ട പിന്നെ എന്തെങ്കിലും പരീക്ഷിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ്. അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് പിന്നെയും ഇങ്ങനെ വരട്ടി എടുക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ 4 വെള്ളം വരുന്നുണ്ട്. ചോറൊക്കെ സെറ്റാണ്. അപ്പം ഞാനിത് വേറൊരു ബൗളിലേക്ക് ആക്കിയിരുന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബൗൾ എടുക്കാം. ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഫ്ലെയിം ഇതൊരു ഓഫ് ആക്കിയിട്ടില്ല. നമ്മളെ ക്യാപ്സിക്കം കണ്ടില്ലേ, ഗ്രേവിയിൽ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം ഈ ഒരു ടൈമിൽ ലാസ്റ്റ് ആ ടൈമിൽ ഇടുന്നതായിരിക്കും ബെറ്റർ. കാരണം ക്യാപ്സിക്കത്തിന് അധികം വേവില്ല. എനിക്ക് അധികം ക്യാപ്സിക്കം വെന്തിട്ട് ആ ഒരു ഇതിൽ എനിക്കിഷ്ടമില്ല. എനിക്ക് ക്യാപ്സിക്കം കടിക്കാൻ കിട്ടണം, ആ രീതിയിൽ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് ഫ്ലെയിമും ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ചിക്കൻ കറിയുടെ മരെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി വെള്ളമൊക്കെ മാറ്റുകൊണ്ട് ഇനി ചിക്കൻ കറി ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് ഇത് ചിക്കൻ കറി? നന്നായിട്ട് എടുക്കുക. ഇത് കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. ഇവിടെ ഞാനും അമ്മയും അച്ഛനും അല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ ഇത് ധാരാളമാണ്. നമുക്ക് എല്ലാം ഇതിലേക്ക് അപ്പൊ നമ്മുടെ ടേസ്റ്റി അടിപൊളി ചിക്കൻ കറിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ല കാഷ്യൂനൊക്കെ ഫ്ലേവർ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അരച്ച പേസ്റ്റ് ആക്കിയ ആ ഒരു ഇതിലാണ് ടേസ്റ്റ് വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ ചിക്കൻ്റെ. നമുക്കൊരു സ്പൂൺ എടുക്കാം. അപ്പം ഞാൻ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ്റെ പീസ് നമുക്ക് സ്പൂൺ കൊണ്ട് നോക്കിയാലൊന്നും കിട്ടില്ല. എന്നാലും ഞാൻ ഇതിൽ നിന്ന് അടർത്തി എടുക്കുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു ട്രൈ ചെയ്തതാണല്ലോ. അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവില്ല.
എന്തായാലും എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരാളോട് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കനിലാണ് നമുക്ക് അമ്മയോട് വിളിക്കാം. അമ്മ 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 ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? അപ്പോൾ നമുക്ക് അമ്മേനെ ട്രൈ ചെയ്ത് നോക്കാം. അമ്മ പണീൻ്റെ ഒരു വേഷത്തിലാണ്. ഇങ്ങോട്ട് നിൽക്കാം, അമ്മമാരെ കാണും. ഇതാ പീസ് നോക്കി സൂപ്പറായി. ഈ ഒരു അണ്ടിപ്പരിപ്പ് കാഷ്യൂ ചേർത്ത ഒരു ഫ്ലേവർ വരുന്നുണ്ടോ? അപ്പൊ എന്റെ ചിക്കൻ കറി ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അപ്പൊ ടാറ്റാ.